പ്രവർത്തകരെ പോലീസ് വാഹനങ്ങളിലേക്ക് കയറ്റി നീക്കുന്നതിന്റെ ദൃശ്യങ്ങൾ. സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഗവർണർ സ്ഥലത്തെത്തുകയും ചെയ്തു. ആ സമയം ആകുമ്പോഴേക്കും പ്രതിഷേധം കൂടുതൽ കനക്കുന്ന ദൃശ്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുകയും ചെയ്യുന്നു. MS അനീഷ് കുമാർ നമുക്കൊപ്പം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അനീഷ്, എത്ര സമയത്തിനുള്ളിൽ ഗവർണർ എത്തുമെന്നാണ് ഇപ്പോൾ അറിവാകുന്നത്? ഇപ്പോൾ പ്രതിഷേധം ഏത് രീതിയിലേക്ക് പോകുന്നു? പോലീസ് ഏത് രീതിയിലേക്കുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നൽകാൻ കഴിയുന്ന വിവരം? അപർണ, ഗസ്റ്റ് ഹൗസിൽ നിന്നും ഗവർണർ ഇറങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടുന്ന് കേവലം മിനിറ്റുകൾ മാത്രമുണ്ട്. ആ ക്യാമ്പസിന്റെ തൊട്ടപ്പുറത്തെ സ്ഥലത്താണ് ഈ സെമിനാർ നടക്കുന്ന ഇടം. അതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങുന്നു. മറുവശത്താണ് ആ ഗസ്റ്റ് ഹൗസിൽ നിന്നും ഏതാണ്ട് 300 മീറ്റർ മാറി പരീക്ഷാ ഭവന്റെ മുൻവശമാണ് ബാരിക്കേഡുകൾ തീർത്ത് ഈ SFIക്കാരുടെ പ്രതിഷേധത്തെ പോലീസ് തടഞ്ഞിരുന്നത്. ആദ്യം ഈ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഈ വിദ്യാർത്ഥി യൂണിയൻ ഓഫീസൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്നുമാണ് ഈ SFI പ്രവർത്തകർ സംഘടിച്ച് ഏതാണ്ട് 1000-ലധികം വരുന്ന പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് മുദ്രാവാക്യം വിളികളുമായി എത്തിയത്. ഈ ബാരിക്കേഡുകൾ ഉള്ള സ്ഥലത്ത് പോലീസ് ഇവരെ തടയുകയും ചെയ്തു. അതിനുശേഷമാണ് കുറച്ച് പ്രവർത്തകർ ഈ ബാരിക്കേഡുകൾ ഭേദിച്ച് മറുവശത്തേക്ക് കടക്കാനുള്ള നീക്കം നടത്തിയത്. അവരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയും സ്ഥലത്ത് നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഈ മുദ്രാവാക്യം വിളികളുമായി ഒരു വശത്ത് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകർ ഇടയ്ക്കിടയ്ക്ക് ആ കാട്ടിലൂടെയും മറ്റുമൊക്കെ ഈ ചാടിക്കടന്ന് പ്രതിബന്ധം മറികടന്ന് മറുവശത്തേക്ക് എത്താൻ ഗവർണറുടെ ഭാഗത്തേക്ക് എത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും അതൊക്കെ സമർത്ഥമായി തന്നെ പോലീസ് ഇതിനകം മറികടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. സെമിനാർ ആരംഭിക്കുന്ന സമയമായി കഴിഞ്ഞാൽ സെമിനാർ ഹാളിൽ എത്തി 2 മുദ്രാവാക്യം വിളിക്കാനുള്ള ഒരു നീക്കവും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം, SFIയുടെ പ്രതിഷേധം. അനീഷ്, തുടരാം. കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ ശാന്തത എപ്പോ വേണമെങ്കിലും മാറാൻ, ഏത് സമയം വേണമെങ്കിലും ഇതൊരു സംഘർഷത്തിലേക്കും ലാത്തിചാർജിലേക്കും ഒക്കെ നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നില്ല. സെമിനാർ തുടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ കൂടുതൽ നടപടികൾ ഈ സമരക്കാരുടെ ഭാഗത്തു നിന്നും കൂടുതൽ പ്രചോദനം ഒരുപക്ഷെ സമരക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. നിലവിൽ അനീഷ്, ഗവർണറുടെ പരിപാടി തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാഹചര്യം ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ വരുന്ന വാർത്ത കാലിക്കറ്റ് VC ഗവർണറുടെ പരിപാടിയിൽ പങ്കെടുക്കുകയില്ല എന്നുള്ള വിവരങ്ങളും റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. SFI പ്രവർത്തകർ പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് നീങ്ങുന്ന നിമിഷങ്ങൾ. അല്പസമയത്തിനുള്ളിൽ തന്നെ ഗവർണർ സ്ഥലത്തെത്തും. പ്രതീക്ഷിച്ച പ്രതിഷേധം തന്നെയാണ്. അതനുസരിച്ചുള്ള പോലീസ് സന്നാഹമാണ് നിൽക്കുന്നത്. അപ്പോഴും വലിയ രീതിയിലുള്ള സമരം അടിച്ചമർത്തുന്ന രീതിയിലേക്കുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. സ്ഥിരീകരിച്ചിരിക്കുന്നു. കാലിക്കറ്റ് VC സെമിനാറിൽ പങ്കെടുക്കില്ല എന്നറിഞ്ഞിരുന്നു. ഗവർണറുടെ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് MK ജയരാജ് വൈസ് ചാൻസലർ വ്യക്തമാക്കുന്നത്. അനീഷ്, എന്ത് കാരണം കൊണ്ട് VC മാറി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ച് VCയോട് വിശദീകരണം ചോദിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, VCക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു സാധ്യത, ഇതെല്ലാം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി അതിന്റെ കൂടി പ്രതിഫലനം ആ ഒരു തീരുമാനത്തിൽ ഉണ്ടെന്ന് വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായും ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്കാണ് സർവകലാശാലയിലെ ഔദ്യോഗിക സംവിധാനങ്ങളും ഗവർണറും. ഗവർണർ സ്ഥലത്തെത്തിയിരിക്കുന്നു. ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ. വലിയ
രീതിയിലേക്ക് പ്രതിഷേധം ഗവർണർ എത്തുമ്പോഴേക്ക് പോകാനുള്ള സാധ്യത ഒരു വശത്ത്, അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കുറെ പേരെ സ്ഥലത്ത് നിന്ന് നീക്കാനുള്ള പോലീസിന്റെ മുൻകരുതൽ നേരത്തെ നടത്തിയിരുന്നു. SFI പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമായി ആ ദൃശ്യങ്ങളെല്ലാം കാണുകയും ചെയ്തതാണ്. സനാതന ധർമ്മപീഠവും ഭാരതീയ വിചാര കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാനായിട്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ. സെമിനാറിൽ പങ്കെടുക്കാനായി ഗവർണർ എത്തുന്ന ദൃശ്യങ്ങൾ. ഗവർണർ സെമിനാർ നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ, അദ്ദേഹം കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി. ഏത് രീതിയിലുള്ള